എവിടുക്കാ? അതാ അത് ചെമ്പരത്തിന്റെ ഇല എടുക്കാന്. എന്തിനാ ചെമ്പരത്തിന്റെ ഇല? താളി ഉണ്ടാക്കാന്. നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തല കഴുകാനൊക്കെ ഉപയോഗിക്കുന്നത് ഇപ്പോഴും ഷാമ്പൂ ആണ്. പക്ഷെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നത് താളിയല്ലേ. ഞാനൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്നത് ചെമ്പരത്തി താളിയായിരുന്നു. അതിന്റെ കൂടെ തന്നെ കുറുന്തോട്ടി താളി ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. ഇപ്പോഴും ചെമ്പരത്തിയോ കുറുന്തോട്ടിയോ കിട്ടുകയാണെങ്കിൽ ഞാൻ താളി യൂസ് ചെയ്യാറുണ്ട്. പണ്ട് കല്ലിലൊക്കെ ഉരച്ചിട്ടൊക്കെ ആയിരുന്നു താളി ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് മിക്സിയിൽ അരച്ചിട്ടാണ് താളി ഉണ്ടാക്കാറ്. ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെമ്പരത്തി താളി ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഏത് കളർ ചെമ്പരത്തിയുടെ ഇലയും നമുക്ക് ഈ താളി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഇപ്പം ഞാൻ ഇവിടെ എടുക്കുന്നത് ചുവപ്പ് ചെമ്പരത്തിയുടെയും അതുപോലെ തന്നെ ഒരു പീച്ച് കളർ ചെമ്പരത്തിയുടെ ഇലയാണ്. ഇലയും പൂവും ഉപയോഗിച്ചിട്ട് നമുക്ക് താളി ഉണ്ടാക്കാം. അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ പൂ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല ചെമ്പരത്തിയാതി എണ്ണ വീട്ടിലുണ്ടാക്കിയെടുക്കാം. മുടി കൊഴിച്ചിലിന് അതുപോലെ തന്നെ നല്ല ഉറക്കം കിട്ടുന്നതിനൊക്കെ സഹായിക്കുന്നതാണിത്. ഫ്രണ്ട്സ്, ഞാനും മോൾട്ടിയും മഞ്ജു എല്ലാം കൂടിയിട്ടാണ് ചെമ്പരത്തിയുടെ ഇല പറിക്കാൻ പോയിട്ടുള്ളത്. നമുക്ക് ആവശ്യത്തിനുള്ള ഇലയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. എന്താ മഞ്ജുസേ? ഏത് പൂവാ? ഇങ്ങനെ പറിച്ചു കൊണ്ടുവന്നിട്ടുള്ള ചെമ്പരത്തിയുടെ ഇലയെ നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കണം. നമുക്കിത് നന്നായിട്ട് കഴുകിയെടുക്കാം. ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുക്കണം കേട്ടോ. ഇത് ഇങ്ങനെ കഴുകിയെടുത്തിട്ടുള്ള ഈ ഇല വേണമെങ്കിൽ മുറിച്ചെടുക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് തന്നെ മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ട് അരച്ചെടുക്കാം. ഞാൻ എന്തായാലും മുറിച്ചതിന് ശേഷമാണ് അരച്ചെടുക്കുന്നത്. വേണമെങ്കിൽ കല്ലിൽ, അതായത് അമ്മിക്കല്ലിൽ അല്ലെങ്കിൽ നമ്മൾ അലക്കുന്ന കല്ലിലൊക്കെ ഒരതിയിട്ട് ഇതിൻ്റെ അകത്തെ താളി നമുക്ക് എടുക്കാവുന്നതാണ്. പക്ഷെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി, നല്ല താളി കിട്ടും. അപ്പോൾ ഞാൻ ജാറിലോട്ട് ചെമ്പരത്തിയുടെ ഇല മാറ്റിയിരിക്കുകയാണ്. ഇതിലോട്ട് ഞാൻ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ഒരുപാട് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് മിക്സി ഓൺ ചെയ്യാം. നന്നായിട്ട് തന്നെ ഇങ്ങനെ അരച്ചെടുത്തിട്ടുള്ള നമ്മുടെ താളിയാണ്. നമ്മുടെ താളി റെഡിയായി ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഈ താളിയെ നമുക്ക് അരിച്ചെടുക്കാൻ വേണ്ടത് ഒരു അരിപ്പയിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു തോർത്ത് മുണ്ടിലോ നമുക്ക് താളി ഒഴിച്ചിട്ട് അരിച്ചെടുക്കാം. ഇതിൽ ഇലയുടെ അധികം വരുന്ന ഭാഗം ഒന്ന് അരിച്ചു മാറ്റണം, അത്ര ചെയ്താൽ മതി. വീട്ടിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തതാട്ടോ ഇത്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ താളി നമുക്ക് 1 ആഴ്ച 2 ആഴ്ച വരെ ഫ്രിഡ്ജിൽ വെക്കാം. പക്ഷെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ചിട്ട് വേണം ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഫ്രിഡ്ജിൽ വെച്ച് ഈ താളി റീയൂസ് ചെയ്യുന്ന സമയത്ത് തണുപ്പ് പോയതിനു ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. ഇപ്പൊ താളി പൗഡർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. പക്ഷെ അതിനേക്കാൾ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇങ്ങനെ ചെമ്പരത്തി ഇല ഉപയോഗിച്ചിട്ടും ചെമ്പരത്തി ഉപയോഗിച്ചിട്ടും ഒക്കെയുള്ള താളികൾ. ഇതാവുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. വേറെ എന്തെങ്കിലും ഇലകൾ ചേർത്തിട്ടുണ്ടോ, വേറെ എന്തെങ്കിലും കെമിക്കൽസ് ഉണ്ടോ എന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ധൈര്യമായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുള്ള താളിയാണിത്. ഇതിൻ്റെ ഒരുപാട് ഇലഭാഗങ്ങളൊക്കെ ഇതിലുണ്ട്. ഞാൻ ഇനി ഇത് കളയണം. ഇത് മുഴുവൻ പിഴിഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട താളി ഇവിടെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നല്ല അടിപൊളി വീഡിയോസും റെസിപ്പികളും എല്ലാം ആയിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.